ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ഭാസ്കർവില്ല റിവെഞ്ച് ഓഫ് ബ്ലഡ് ഹൗണ്ടിൻ്റെ ഒരു 7ാമത്തെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. അടിപൊളിയായിട്ടാണ് എക്സ്പ്ലനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ലോക്കിസം നമ്മൾ 30 ചാപ്റ്റേഴ്സ് ഇതിലിട്ടിരിക്കുന്നത് ടെലഗ്രാമിൽ. പറ്റുന്നവരെ റീഡ് ചെയ്യുക. 27 വരെയാണ് നമ്മൾ ഇതിലിട്ടത്. വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ 28, 29, 30 അതിലുണ്ടാവും. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വിക്കർ യെസ് എന്ന് പറയുന്നതാണ്. എന്നോട് എന്താ പറയുന്നത് അത് ഞാൻ ചെയ്തേക്കാം. അഡോളിൻ ഷോക്കായിപ്പോയി. ഇവനെന്താ പറയുന്നത്? ഇവനോട് എന്താ പറയുന്നത് അത് ഇവൻ ചെയ്തേക്കാന്നോ? ഇത് ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് എൻ്റെ മോൾക്ക് വേണ്ടി? അപ്പോൾ ഇവന് സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കുമോ? ഞാൻ കരുതിയത് ഇവന് ഈ ജനറേഷനിലെ കളിപ്പാട്ടമാണെന്നാ. ഹൂഗോ പറയുന്നു, ലാക്ക് ലിസ്റ്റർ ആളുകൾ വരുന്നത് ലീ ഡിസെൻഡൻറ്റ് ഫാമിലിയിൽ നിന്നാണ്. അതിനേക്കാൾ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ വരുന്നത് വാൻ ഡിസെൻഡൻറ്റ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അഡോലിൻ പറഞ്ഞു, നീ പറയുന്നത് അതിന് നിനക്ക് താല്പര്യമാണെന്നാ? വിക്കി അദ്ദേഹത്തെ കണ്ട് ചിന്തിക്കുകയാണ്. അഡോലിൻ മോർ, വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ലിനോൾഡ് മേജ് ക്ലാൻ. ഇയാളെപ്പോഴും ഇയാളുടെ മോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതെനിക്കറിയാം. അഡോലിൻ പറയാണ്, ചൈൽഡ്, ഞാൻ നിന്നെ EMSൻ്റെ ഹസ്ബൻഡ് അവൻ അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. വിക്കി ചിന്തിക്കുകയാണ്. കണ്ടിട്ട് തോന്നുന്നു ഇയാൾ വിക്കി ഭാസ്കർവില്ലയിലെ ജീനിയസിനെ കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്ന്. അഡോലിൻ വിക്കി ഭാസ്കറിൻ്റെ ദേഹത്ത് കഴിച്ചിട്ട് പറയാണ്, ഇവൻ്റെ ബോഡി എന്താ എത്ര സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതെന്ന്. സോ ചൈൽഡ്, നീ എന്താ ആൻസർ ചെയ്യാത്തത്? നീ ഇത് കേൾക്കുന്നൊന്നില്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം അത് ബുദ്ധിയിലോട്ട് പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഹൂഗോ ചിരിക്കാണ്. അത് കേട്ടത് നമ്മളെ EMS അന്തം മുട്ട്. കാരണം അഡോലിനോടാണ് അവൻ അങ്ങനെ ഡയലോഗ് അടിച്ചത്. അഡോലിൻ ചോദിക്കാണ്, എനിക്കൊരു ചാൻസ് കിട്ടോ ഡീപ്പർ കോൺവെർസേഷൻ ചെയ്യാൻ? ഹൂഗോ ചോദിക്കാണ്, നീ ഇപ്പോൾ ഇതാ ചോദിക്കുന്നത് രംബേറിൻ്റെ മേജായിട്ട് കൂടി 8 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഒപ്പം നിനക്ക് ഡ്യൂ ആണെന്നാണോ നീ പറയുന്നത്? അഡോലിൻ പറയാണ്, ചിലപ്പോൾ ഇവൻ എൻ്റെ മകളുടെ ഹസ്ബൻഡായാലോ? ഈ റിക്വസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഡെപ്യൂട്ടി പാട്രിയാർക്ക് ഓഫ് മോർഗൻ ക്ലാൻ എന്ന നിലയിലല്ല, അവളുടെ അങ്കിൾ എന്ന നിലയിലാണ്. EMS അറിയുന്നുണ്ട് അങ്കിൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന്. അപ്പോൾ അഡോലിൻ പറഞ്ഞു, നീ എവിടെ കുത്തിരിക്കുന്നത്? നീ അവിടെ കുത്തിരിക്കുക എന്ന്. അതാണ് നല്ലത്. എന്തായാലും ഇതൊരു ദിവസം നടക്കേണ്ടതാണ്. അത് ഇപ്പോഴാവുന്നതാണ് നല്ലത്. അഡോലിൻ ഹൂഗോൻ്റെ അടുത്ത് നിന്നാണ്ട്, നീ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമോ എന്ന് അഡോലിൻ ഹൂഗോനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹൂഗോ പറയാണ്, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തേക്ക് എന്ന് പറയാണ്. പിന്നെ നമുക്ക് കാണുന്നത് അരീനയാണ്. അവിടെ നമ്മളെ അരീന ഗ്രൗണ്ടിൽ നമ്മളെ അഡോലിനും അതുപോലെ തന്നെ വിക്കി ഭാസ്കറും നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഹൂഗോയും അതേമാതിരി EMSും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കല്ലേടാ ചെറുക്ക എന്ന് അഡോലിൻ നമ്മളുടെ വിക്കി ഭാസ്കറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെ വിക്കി ഭാസ്കർ തുടങ്ങിയേക്കാം എന്നൊരു ഡയലോഗ് അടിക്കുകയാണ്. അഡോലിൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ ഹാൻഡിക്യാപ്പ് ആക്കി വിടും എന്ന് പറഞ്ഞിട്ട് അഡോലിനാണെങ്കിലോ ഒരു പോട്ട് എടുക്കുകയാണ്. അതും മേജിക് കൊണ്ട് നിർമ്മിക്കുകയാണ്. എർത്ത് മേജിക്കും അതുപോലെ ഫെയർ മേജിക്കും കൂടി മിക്സ് ആക്കിയാണ്ട് അതിലാണെങ്കിലോ വാട്ടർ മാജിക് ഉപയോഗിച്ച് വെള്ളം നിറച്ചു അഡോലിൻ. ഇത് കണ്ടിട്ടാണെങ്കിൽ EMS ആ ഗന്ധം പൊട്ടു. എന്നിട്ട് അഡോലിൻ അത് അവൻ്റെ തലയിൽ വെച്ചുകൊണ്ടായിരുന്നു, ഈ പോട്ട് നീ പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഇതിന്ന് വെള്ളം ഞാൻ അനങ്ങിപ്പോയാലോ നീ ഇതിൽ മാച്ചിൽ ജയിച്ചു, അല്ലെങ്കിൽ ഈ മാച്ചിൽ നീ ഞാൻ തീർക്കും എന്ന് പറഞ്ഞാണ്ട് അഡോലിൻ തുടങ്ങുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മളെ വിക്കി മനസ്സിൽ കരുതാണ്, ഇതെനിക്ക് നല്ലൊരു അവസരമാണ്. ഹൂഗോനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റി. അതും പറഞ്ഞ് എനിക്ക് ഹൂഗോൻ്റെ ഒപ്പം കൂടി ഹൂഗോനെയും കൊല്ലാം. എൻ്റെ റിവെഞ്ച് എനിക്ക് ഫുള്ളാക്കാം. എൻ്റെ റീഗ്രേഷന് ശേഷം ഞാൻ എത്ര സ്ട്രോങ് ആയെന്നറിയാൻ പറ്റിയൊരു അവസരമാണിത്. ഇത് ഞാൻ എന്തായാലും ഫുൾ പൊട്ടൻഷ്യലിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റണത്ര ഞാൻ ഉപയോഗിക്കും. എന്നാൽ നമുക്ക് തുടങ്ങിയേക്കാം എന്ന് നമ്മുടെ അഡോലിൻ പറയാണ്. അപ്പോൾ തന്നെ നമ്മൾ വിക്കി ഭാസ്കർ ആണെങ്കിലും നല്ല സ്പീഡിൽ നമ്മൾ അഡോലിനെ അറ്റാക്ക് ചെയ്യാൻ പോയി. ആ ടൈമിലാണ് നമ്മുടെ EMS ഒക്കെ അന്തമുട്ട് നിൽക്കുന്നത്. EMS അത്രയല്ല, നമ്മളെ വിക്കിയും അന്തമുട്ട് നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു ബാരിയർ അവരെ മുന്നിലുണ്ടാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണെങ്കിലോ വിക്കിക്ക് ഇനി എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇട്ടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ബാരിയർ പറഞ്ഞാൽ അത്ര പവർഫുള്ളാണ്, നമ്മളെ EMSൻ്റെ ഒരു ഇതല്ല. അപ്പോൾ തന്നെ നമ്മൾ അഡോലിൻ പറഞ്ഞു, കുട്ടികളെ നിർത്തി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞു. ഫെയർ മാജിക്കും അതേപോലെ ഒരേ ടൈമിൽ ഉപയോഗിക്കുകയാണ്. ഇത് കണ്ട EMS പറഞ്ഞു, അങ്കിൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം ഈ പവറൊന്നും എന്താ ഉപയോഗിക്കാത്തത് എന്ന് നമ്മളെ EMS അരീൻ്റെ പൊളിയെടുത്ത് നിന്ന് പറയുകയാണ്. ഇത് കണ്ട് നമ്മളെ ഈ ഹൂഗോ മനസ്സിൽ കരുതാണ്, അവനെ അറ്റാക്ക് ചെയ്യുന്നതോ അവൻ്റെ സ്പുൾച്ച് സ്പീഡിലും അതേമാതിരി ഇതൊക്കെ ഡോഡ്ജ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അവനെ കൊണ്ട്. വിക്കി അവനെന്ത് വില കൊടുത്ത് നീ തോൽപ്പിക്കണമെന്ന് നമ്മളെ ഹൂഗോ മനസ്സിലിങ്ങനെ കരുതാണ്. പിന്നെ നമുക്ക് അടുത്ത് തന്നെ വിക്കി ആണെങ്കിലോ, നീ ഇതൊക്കെ ചെയ്യാൻ കേപ്പബിളാണോ? ഞാൻ 80 years ആയതുകൊണ്ടാണ് എൻ്റെ പവർ ഇത്ര ഇതായിരിക്കുന്നത്. പക്ഷേ എൻ്റെ
പാസ്റ്റ് ലൈഫിൽ എൻ്റെ മെമ്മറി ഇപ്പോഴും ഉണ്ട് എൻ്റെ മുന്നിൽ. ഈ റീഗ്രേഷൻ ചെയ്ത ബോഡി മാത്രമുള്ള ചെറിയതായ പ്രശ്നം. പക്ഷേ എനിക്കിത് നല്ല പോലെ അറിയാം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. വിക്കിയാണെങ്കിലോ ചാടിച്ചെന്ന് അവൻ്റെ സോഡ് വെച്ച് നല്ല അറ്റാക്ക് കൊടുക്കുകയാണ്. ഇതെൻ്റെ അഡോലിൻ ഈ പൊട്ടാൻ എന്താ ചെയ്യണതെന്നും പറയുകയാണെങ്കിൽ നിൽക്കുകയാണ്. കാരണം അതുകൊണ്ട് അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് നമ്മുടെ അഡോലിനെ അറിയാം. എന്നാലും നമ്മളെ വിക്കിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ സോഡ്സ് മാന വെച്ച് ഇതിനൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് നമ്മളെ വിക്കിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അഡോലിന് ചെറിയതൊരു പണിട്ടി. കാരണം വേറൊന്നുമല്ല, വിക്കി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റാക്ക് ചെയ്യണമൊക്കെ ഒറ്റ പോയിന്റിലേക്കാണ്, അതും ആ ബാരിയറിൻ്റെ ഒറ്റ പോയിന്റിൽ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അടുത്ത് തന്നെ വിക്കിൻ്റെ സോഡാകെ നുറുങ്ങി കിടക്കുകയാണ്. പിന്നെ ഒരു മാസികമായ ഒരു അറ്റാക്ക് നമ്മൾ വിക്കി ആ ബാരിയറിന് കൊടുക്കുകയാണ്. ആ ടൈമിലാണ് വിക്കിൻ്റെ സോഡ് പൊട്ടിയത്. അപ്പോൾ അഡോലിൻ പറഞ്ഞു, നീ തോറ്റ്, നീ സമ്മതിച്ചേക്ക്, എൻ്റെ മോൾക്ക് നീ വെറുത്തല്ല എന്ന്. ഈ ടൈമിലാണ് ഹൂഗോയും അതേമാതിരി ഈമസും അന്തം വിട്ട് നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വിക്കി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ആ പോട്ട് പൊട്ടിയാണ്ട് നമ്മളെ അഡോലിൻ്റെ തലയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ട് അവൻ്റെ തലയിലേക്ക്. അപ്പോൾ നമുക്ക് സീൻ കാട്ടിത്തരാണ്. വേറെ ഒന്നുമല്ല, ആ പോട്ടിലേക്കാണ് ആ പൊട്ടിച്ചെന്ന വാളിൻ്റെ കഷ്ണം കയറിക്കുന്നത്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് വിക്കി, ഇതൊരു കോൺസ്റ്റൻസ് ആയേക്കാം എന്ന്. പക്ഷേ ഹൂഗോക്ക് നല്ല ശരിക്കും മനസ്സിലായി എന്താ സംഭവം എന്ന്. അതേമാതിരി EMS ആണെങ്കിലോ ചെറിയൊരു നാണത്തോണ്ട് ഇരിക്കുകയാണ്. കാരണം എന്തായാലും അവനാണ് കിട്ടുക, രണ്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോഴാണെങ്കിലോ ഹൂഗോക്ക് നല്ലപോലെ മനസ്സിലായി വിക്കി അവൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാണ്ട് നമ്മളെ ഹൂഗാണെങ്കിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ വിക്കി പറയേണ്ട അഡോലിനോട്, ഇതൊരു അത്ഭുതമായിരിക്കാം, കാരണം അങ്ങനെയല്ല നടന്നത് എന്നും പറഞ്ഞ് വിക്കി നിൽക്കുന്ന ഒരു സീൻ കാട്ടിത്തന്നാണ്ട് ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലോക്കിസം ചെയ്യാൻ കരുതിയതാണ്. പക്ഷേ ലോക്കിസത്തിൻ്റെ ചെറിയൊരു തകരാറ് കാരണം ഇപ്പോൾ നമ്മൾ ചാനലിനകത്ത് വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ലോക്കിസം ചെയ്താണ്ട് അത്ര കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം കൊണ്ടാണ് നമ്മളിപ്പോഴും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കിസം ഞാൻ ഈ ടെലഗ്രാമിൽ അപ്ലോഡ് ആക്കിയിരിക്കുന്നത്, എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക.